നമസ്കാരം, ഇത് ദ ഇന്ത്യ. ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ മേഖലയ്ക്കും നാവിക ആധുനികവൽക്കരണ ശ്രമങ്ങൾക്കും വൻ നാഴികക്കല്ലാകുന്ന ചരിത്ര മുഹൂർത്തത്തിന് ജൂൺ 21 കൊൽക്കത്ത സാക്ഷ്യം വഹിക്കുകയാണ്. തദ്ദേശീയമായി നിർമ്മിച്ച 3 മുൻനിര യുദ്ധക്കപ്പലുകളായ INS ദുനാഗിരി, INS സംശോധക്, INS അഗ്രായി എന്നിവ ഒരേ ദിവസം നാവികസേനയുടെ ഭാഗമാകുകയാണ്. രാജ്യം കൈവരിച്ച തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ കരുത്ത് വിളിച്ചോതുന്ന ചടങ്ങാകും ഇത്. രാജ്യത്തിന്റെ നാവിക ചരിത്രത്തിലെ അപൂർവ സന്ദർഭമാണിത്. സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ നാവികസേന 3 യുദ്ധക്കപ്പലുകൾ ഒരേ സമയം കമ്മീഷൻ ചെയ്യുന്ന രണ്ടാമത്തെ സംഭവമാണിത്. ചടങ്ങിന് സാക്ഷിയാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൊൽക്കത്തയിലെത്തും. പ്രതിരോധ രംഗത്തെ ഉന്നത ഉദ്യോഗസ്ഥരും നാവികസേനാ മേധാവികളും ചടങ്ങിൽ സന്നിഹിതരാകും. നാവികസേനയുടെ യുദ്ധക്കപ്പൽ രൂപകൽപ്പന വിഭാഗമായ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയാണ് കപ്പലുകളുടെ ഘടന തയ്യാറാക്കിയത്. കൊൽക്കത്തയിലെ പ്രമുഖ പൊതുമേഖലാ കപ്പൽശാലയായ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സാണ് ഇവ നിർമ്മിച്ചത്. നാവികസേനയുടെ പോരാട്ട വീര്യവും നിരീക്ഷണശേഷിയും അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷിയും വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ 3 യുദ്ധക്കപ്പലുകളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആഴക്കടൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താനും സമുദ്രമേഖലയിലെ സുരക്ഷാ നിരീക്ഷണം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. ഒപ്പം സമുദ്ര അതിർത്തികളിൽ ഉയർന്നു വരുന്ന ആധുനിക ഭീഷണികളിൽ നിന്ന് തീരദേശ കടൽ തീരങ്ങളെ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി ഈ കപ്പലുകൾ ഒരേപോലെ വർദ്ധിപ്പിക്കും. പ്രോജക്ട് 17A പദ്ധതിക്ക് കീഴിൽ നിർമ്മിച്ച 5ാമത്തെ അത്യാധുനിക സ്റ്റെൽത്ത് ഫ്രിഗേറ്ററാണ് INS ദുനാഗിരി. ശത്രു റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ ശേഷിയുള്ളതാണ് ഈ യുദ്ധക്കപ്പൽ. ബ്രഹ്മോസ് ഉപരിതല മിസൈലുകളും മീഡിയം റേഞ്ച് ഉപരിതല വ്യോമ മിസൈൽ സംവിധാനവും ഉൾപ്പെടെയുള്ള വിനാശകാരികളായ ആയുധങ്ങളും സെൻസറുകളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നാവികസേനയുടെ ആക്രമണ പ്രതിരോധ ശേഷി ഗണ്യമായി ഉയർത്താൻ ദുനാഗിരിക്ക് സാധിക്കും. സർവേ വെസൽ ലാർജ് വിഭാഗത്തിൽപ്പെടുന്ന 4ാമത്തെ വലിയ കപ്പലാണ് INS സംശോധക്. തീരദേശ ആഴക്കടൽ ഹൈഡ്രോഗ്രാഫിക് സർവേകൾ നടത്താനും പ്രതിരോധ സിവിലിയൻ ആവശ്യങ്ങൾക്കായി സമുദ്രശാസ്ത്ര ജിയോ ഫിസിക്കൽ ആവശ്യങ്ങൾ ശേഖരിക്കാനുമാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ, റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിളുകൾ തുടങ്ങിയ അത്യാധുനിക സർവേ സംവിധാനങ്ങളും ഇതിലുണ്ട്. അർണാല ക്ലാസ് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി നിർമ്മിച്ച 4ാമത്തെ ചെറുകപ്പലാണ് INS അഗ്രായി. ആഴം കുറഞ്ഞ തീരക്കടലിലെ സമുദ്രത്തിനടിയിൽ നിന്നുള്ള ഭീഷണികൾ കണ്ടെത്താനും അവയെ വിജയകരമായി നേരിടാനുമാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുക. ശത്രുക്കളുടെ അന്തർവാഹിനികളെ തകർക്കാൻ ശേഷിയുള്ള ഭാരം കുറഞ്ഞ ടോർപിഡോകൾ, തദ്ദേശീയ റോക്കറ്റ് ലോഞ്ചറുകൾ, പ്രത്യേക സോണർ സംവിധാനങ്ങളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പുതുതായി നാവികസേനയുടെ ഭാഗമാകുന്ന ഈ 3 യുദ്ധക്കപ്പലുകളിലും 75% തദ്ദേശീയ ഘടകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ പ്രതിരോധ സാമഗ്രികൾ സ്വന്തമായി നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ നിർമ്മാണ മേഖലയുടെ വളരുന്ന കരുത്തിനു കൂടിയാണ് ഇത് അടിവരയിടുന്നത്. കപ്പലുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ഭൂരിഭാഗം സാങ്കേതികവിദ്യയും നമ്മുടെ രാജ്യത്ത് തന്നെ വികസിപ്പിച്ചതാണ്. ഈ കപ്പലുകളുടെ നിർമ്മാണത്തിൽ 200-ലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യവസായ മേഖലയുടെ വിപുലമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇത് രാജ്യത്തെ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് വലിയ ഉണർവേകുന്നതിനൊപ്പം വലിയ തോതിലുള്ള നേരിട്ടുള്ളതും അല്ലാത്തതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കാരണമായി. കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ ആത്മനിർഭർ ഭാരത് പദ്ധതിയെ പ്രതിരോധ രംഗത്ത് മുന്നോട്ട് നയിക്കുന്നതിലെ നിർണായകമായ ചുവടുവയ്പായിട്ടാണ് ഈ സംയുക്ത കമ്മീഷനിംഗ് വിലയിരുത്തപ്പെടുന്നത്. സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ നാവികസേന, പൊതുമേഖല കപ്പൽശാലകൾ, സ്വകാര്യ വ്യവസായങ്ങൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവർ തമ്മിലുള്ള മികച്ച കൂട്ടായ്മയുടെ പരിശ്രമത്തിന്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണിത്. ഈ 3 അത്യാധുനിക യുദ്ധക്കപ്പലുകളുടെ വരവോടെ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന പരിധി ഇനിയും വിപുലമാകും. സമുദ്ര അതിർത്തികളിലെ കനത്ത പോരാട്ടങ്ങൾ, അന്തർവാഹിനി വിരുദ്ധ യുദ്ധമുറകൾ, സമുദ്ര സർവേ ദൗത്യങ്ങൾ എന്നിവ ഒരേ സമയം കൂടുതൽ കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്യാൻ നാവികസേനയ്ക്ക് ഇനി സാധിക്കും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനവും നിരീക്ഷണവും ശക്തമാക്കാൻ ഈ കപ്പലുകളുടെ സേവനം നിർണായകമാകും.